നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു പൊതുമേഖല ഇൻഷുറൻസ് കമ്പനിയായ ന്യൂ ഇന്ത്യ അഷുറൻസ് ലിമിറ്റഡിലെ 1961 അപ്രന്റീസ്ഷിപ്പ് ആക്ട് അനുസരിച്ച് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം പ്രകാരം അപ്രന്റീസുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 500 ഒഴിവുകളുള്ള കേരളത്തിലെ അവസരങ്ങളുണ്ട്. താല്പര്യമുള്ള ബിരുദധാരികളായ കുട്ടികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 500 ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ 2025 ജൂൺ 6 മുതൽ ജൂൺ 20 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതായത് ലാസ്റ്റ് ഡേറ്റ് ജൂൺ 20 ആണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാകുകയാണ്. ടെൻറ്റേറ്റീവായിട്ട് ഇപ്പോൾ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ജൂൺ 26 തീയതി നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അത് അനൗൺസ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് 9,000 രൂപ പ്രതിമാസം സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കും. 1 വർഷമായിരിക്കും ഈ അപ്രന്റീസ്ഷിപ്പ് പരിശീലനം ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി ഓരോ സംസ്ഥാനത്തെയും വേക്കൻസികൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ പറയുകയാണെങ്കിൽ കേരളത്തിലെ 26 ഒഴിവുകളാണുള്ളത്. അതിലെ 15 വേക്കൻസികളും അൺറിസർവ്ഡ് ആണ്, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെന്ന് കാര്യം കൂടി മനസ്സിലാക്കുക. ആകെ 500 വേക്കൻസികളെ 26 വേക്കൻസികളാണ് കേരളത്തിലെ മാത്രമായിട്ടുള്ളത്. അത് ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ സംസ്ഥാനത്തിൽ. ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള റീജിയണൽ കൊച്ചി റീജിയണൽ ഓഫീസിന്റെ കീഴിലാണ് കേരളം ഉള്ളതെന്ന് കാര്യം മനസ്സിലാക്കുക. എലിജിബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ അപ്രന്റീസ്ഷിപ്പ് ഒന്നും ചെയ്ത ആൾക്കാരായിരിക്കാൻ പാടില്ല. ഇപ്പോൾ ജസ്റ്റ് നേരത്തെ ട്രെയിനിങ് എക്സ്പീരിയൻസോ മറ്റേതെങ്കിലും അപ്രന്റീസ്ഷിപ്പ് ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഡിഗ്രി 1/4/2021 ഏപ്രിൽ 1 മുമ്പ് ഡിഗ്രി പാസ്സായവരായിരിക്കണം. പ്രായപരിധി പറഞ്ഞിട്ടുള്ള 21 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എന്നാൽ SC/ST കാരാണെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രിമിനൽ 3 വർഷവും, ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. ജനറൽ കാൻഡിഡേറ്റ്സിന് 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ജനറൽ കണ്ടീഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ വായിച്ച് ശേഷം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് മാത്രം നിങ്ങളത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും ഒരു ക്രൈറ്റീരിയ ഉണ്ടാകും. സെലക്ഷൻ ക്രൈറ്റീരിയ അനുസരിച്ച് കട്ട് ഓഫ് മാർക്ക് ഡിസൈഡ് ചെയ്തായിരിക്കും ഇന്റർവ്യൂ അടുത്ത നടപടികളിലേക്ക്, ടെസ്റ്റിലേക്കും ഇന്റർവ്യൂലേക്കും കിടക്കുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദം നേടിയവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 1/4/2021 ഏപ്രിൽ 1 മുമ്പ് ബിരുദം നേടിയവരായിരിക്കണം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതിലേക്ക് നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ട കരിയർ ഓപ്പർച്യൂണിറ്റി www.bfsissc.com എന്ന സൈറ്റിൽ നിങ്ങൾ ആദ്യം കരിയർ ഓപ്പർച്യൂണിറ്റി സെക്ഷനിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്ന കാര്യം മനസ്സിലാക്കുക. എക്സാമിനേഷൻ ഫീസ് അവിടെയാണ് നടക്കേണ്ടത്. അതിനുശേഷം നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം പോർട്ടലായ https:/nats.education.gov.in എന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം മാത്രം കമ്പനിയിലേക്ക് നേരിട്ട് അപ്ലൈ ആവുന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. NATS രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്ക് മാത്രമേ നമുക്ക് കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രമേ അപേക്ഷകൾ സ്വീകരിക്കത്തുള്ളൂ. അപ്പോൾ അപേക്ഷയോടൊപ്പം നിങ്ങൾ ആധാറിന്റെ കോപ്പി, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, ഡിഗ്രി ഉള്ളതിന്റെ സർട്ടിഫിക്കറ്റ് കോപ്പി, ഇതെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് മാത്രം അപേക്ഷിക്കുക. അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്ന കാര്യം കൂടിയുണ്ട്. അപേക്ഷിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ https:/nats.education.gov.in എന്ന സൈറ്റിൽ NATS സൈറ്റിൽ അപ്രന്റീസ്ഷിപ്പ് വിത്ത് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി എന്ന ലിമിറ്റഡ് അത് ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ കൊടുത്തിട്ട് ഇത് ചൂസ് ചെയ്യുക. അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സൊക്കെ 800 രൂപയും GST ഉൾപ്പെടെ 944 രൂപയാണ് ഫീസ്. വനിതാ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 708 രൂപ, SC/ST കാൻഡിഡേറ്റ്സിനും 708 രൂപ, ഡിസബിലിറ്റി ഉള്ളവർക്ക് മാത്രം 472 രൂപ മതിയാകുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അത് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് ജനറൽ ഫൈനാൻഷ്യൽ അവയർനെസ് 25 ചോദ്യങ്ങൾ 25 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 25 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് 25 മാർക്ക്, കമ്പ്യൂട്ടർ നോളജ് 25 ചോദ്യങ്ങൾ 20, അങ്ങനെ 100 ചോദ്യങ്ങളും 100 മാർക്കും ആയിരിക്കും പരീക്ഷ. 1 മണിക്കൂർ ആയിരിക്കും നിങ്ങൾക്ക് സമയം ലഭിക്കുക. ഇംഗ്ലീഷിൽ ഒഴിവാക്കിയ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ചോദ്യങ്ങൾ ബാക്കിയുള്ള ഇംഗ്ലീഷിലും ഹിന്ദിയിലും ലഭ്യമായിരിക്കും. അതിനുശേഷം റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ്, ഓൺലൈൻ ടെസ്റ്റിന് ശേഷം റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവും. ഏത് സംസ്ഥാനത്താണ് നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടുന്നത് അവിടെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക.
അതിനുശേഷമായിരിക്കും ഡോക്യുമെന്റ് വെരിഫൈ. നമ്മൾ കൂടെ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ് എല്ലാം കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യാം. 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും ഡിഗ്രിയിലെയൊക്കെ മാർക്ക് ലിസ്റ്റ് ഒക്കെ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഫിസിക്കൽ സ്റ്റാൻഡ് മെഷർമെന്റ്സ് ടെസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുക. അപ്രന്റീസ്ഷിപ്പ് 1 വർഷത്തേക്കായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഈ സമയത്ത് മറ്റ് ജോലികളൊന്നും ചെയ്തെടുക്കാൻ പാടില്ല. ട്രെയിനിങ്ങിന് കഴിഞ്ഞ ശേഷം ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാകും. അത് പാസ്സാകുന്നവർക്കെല്ലാം ട്രെയിനിങ് സർട്ടിഫിക്കറ്റും ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാകണമെന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.